വായു നമുക്കൊരു കോഫി ഡേറ്റിന് പോയാലോ. അപ്പൊ നിങ്ങൾ ഓർക്കും ഇവൻ ഒറ്റയ്ക്കാണോ പോന്നെന്ന്. പക്ഷെ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരാൾ കൂടി ഉണ്ട്. ഇത് ഞങ്ങൾ ദൂരത്തൂന്ന് ഒരാൾ ഓടി വരുന്ന കണ്ടു. ആ ആളുടെ കൂടെയാണ് ഞാൻ ഇന്ന് കോഫി കുടിക്കാൻ പോകുന്നത്. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അന്ന ചാക്കു. അന്നേനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അന്നയ്ക്ക് ഷൂട്ടൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും, ഞങ്ങൾ പുറത്തൊക്കെ പോയി ചായ കുടിക്കും. അങ്ങനെ ഞാൻ അവളെയും പിക്ക് ചെയ്ത് ചായ കുടിക്കാൻ പോയി. ചിയേഴ്സ്. അതൊരു വല്ലാത്ത ചിയേഴ്സ് ആയിപ്പോയി അല്ലേ. നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലേ, എനിക്ക് അന്നനെ കുറെ നാളായിട്ട് അറിയാവുന്നു. പക്ഷെ അല്ല കേട്ടോ, ഞാൻ അന്നയായിട്ട് കമ്പനി ആയിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ആരും ഇല്ല, വളരെ കുറവാണ്. ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ഞാൻ ഭയങ്കര ശോകമാണ്. അത് എന്റെ തെറ്റാണ്, ഐ നോ. പക്ഷെ അതെല്ലാം മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. അതിലൊരാളാണ് അന്ന. ഞങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ട്. എന്നെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ പറ്റിയ ഒരു മെറ്റീരിയലും എന്റെ അടുത്ത് ഇല്ല. പക്ഷെ എന്നാലും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഞാനാണ്. അവൾക്ക് എപ്പോൾ ചായ കുടിക്കണം എന്ന് തോന്നിയാലും അവൾ എന്നെ വിളിക്കും. ഞങ്ങൾ ഒന്നിച്ച് പോയി ചായയൊക്കെ കുടിക്കും, കുറെ സംസാരിക്കും. പിന്നെ അവളുടെ ഫേസിലെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, അവൾ സുഖിയനെ മേടിച്ചത്. സുഖിയൻ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. ഞങ്ങൾ മിക്കപ്പോഴും രാത്രിയിലാണ് ചായ കുടിക്കാൻ പോവാറ്. ഇന്നൊരു ചേഞ്ചിന് വിചാരിച്ചെന്ന ഈവനിങ് പോവാം. ആ തീരുമാനം നല്ലതായിരുന്നു എന്നുള്ളത് അവിടെ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി. ബിക്കോസ് അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണിത്. നിങ്ങൾക്ക് ഈ സ്പോട്ട് മനസ്സിലായോ? മനസ്സിലായവരൊന്ന് കമന്റ് ചെയ്യട്ടോ. സമാധാനമാണല്ലോ നമുക്ക് വേണ്ടത്. ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റിയ സ്പോട്ടാണ്. അന്ന ഭയങ്കര പാഷനേറ്റ് ആണ്. അന്നയ്ക്ക് അവളുടെ കരിയറിനെ പറ്റിയിട്ട് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഞങ്ങൾ മിക്കപ്പോഴും ഏറ്റവും കൂടുതൽ സംസാരിക്കാറുള്ളത് അതൊക്കെ തന്നെയാണ്. സിനിമ, കരിയർ, ഇതൊക്കെ ആയിരിക്കും ഞങ്ങൾക്ക് മെയിൻ ടോപ്പിക്സ്. ഞങ്ങളുടെ നാട്ടിലൊന്നും അധികം കാണാത്തൊരു പരിപാടി കേട്ടോ ഈ വല വീശി മീനെ പിടിക്കുന്നത്. ഞാൻ കൊച്ചി വന്നിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന കാഴ്ചയാണിത്. ചേട്ടൻ ആ വലയൊക്കെ വീശി എറിയുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങൾ അതും കണ്ടുകൊണ്ടിരുന്ന സമയം പോയത് അറിഞ്ഞില്ല. സമയം ഏതാണ്ട് രാത്രിയായി. അവർക്ക് നാളെ രാവിലെ ഷൂട്ടുള്ളതാണ്. അപ്പൊ ഞങ്ങൾക്ക് പോവാൻ ടൈമായി. കാപ്പി കുടിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊരു ലൈം ടീയും കൂടെ പറഞ്ഞു. ലൈം ടീ അവർക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ലൈം ടീ നല്ലതാണ് കേട്ടോ. എന്തെങ്കിലും ഡൈജഷൻ ഇഷ്യൂ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈം ടീ കുടിച്ചാൽ മതി, ചെറിയൊരു ആശ്വാസം കിട്ടും. ഇന്നത്തെ എന്റെ കോഫി ഡേറ്റ് അങ്ങനെ തീർന്നു. അപ്പോൾ ടാറ്റ.